എൻ്റെ പേര് അപർണ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022-ലാണ്. 2022 വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുന്നേ ഞാൻ 2 തവണ OET എഴുതിയിട്ടുണ്ട്. OET എഴുതിയിരുന്നെങ്കിലും അന്ന് എനിക്ക് ഏതെങ്കിലുമൊക്കെ മൊഡ്യൂള് അത് പാസ്സാകാതെ പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഈ ഉടമ്പടിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അതെന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പത്രങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പം എൻ്റെ ഒരു ക്രൈസ്തവയായ ഫ്രണ്ടിനോട് ചോദിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ OETയുടെ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. എക്സാം എഴുതാൻ വേണ്ടി ചെന്ന് സ്പീക്കിങ് ചെയ്യാൻ നേരത്ത് സ്പീക്കിംഗ് ഇൻ്റർലോക്യൂട്ടറെ കാണുമ്പോഴേ ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ കാരണം ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്പീക്ക് ചെയ്യും, എല്ലാവരും നല്ലതാണെന്ന് പറയും. എങ്കിലും സ്പീക്കിംഗ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നിരിക്കുമ്പം എനിക്ക് എന്തോ ടെൻഷനായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കാശുരൂപം പിടിച്ച് എക്സാം എഴുതാൻ ചെന്നു. എക്സാം എഴുതാൻ ചെന്നിരുന്ന് എന്താണെന്നറിയില്ല, അവിടെ ചെന്നിരുന്നപ്പം എന്തോ ഒരു ശക്തി പോലെ തോന്നി. പിന്നെ ആ ഇൻ്റർലോക്യൂട്ടർ തന്നെ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ ഓർത്തു എന്തോ എക്സാം ഞാൻ തോൽവിയായി എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി മാതാവിനോട് പ്രാർത്ഥിച്ചു. എല്ലാം മാതാവിൻ്റെ കയ്യിലാണ്, ഇനി എനിക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ OET പാസ്സായെങ്കിലും എനിക്ക് 4 മൊഡ്യൂളും B കിട്ടി. അങ്ങനെ B കിട്ടിയ ശേഷം ഞാൻ ന്യൂസിലൻഡ് പോയി. ന്യൂസിലൻഡ് ഇപ്പോൾ ജോലി കിട്ടാൻ പാടായതുകൊണ്ട് തന്നെ 6 മാസത്തെ വിസ ഉണ്ടായിരുന്നു. അവിടെ പോയി നിന്നെങ്കിലും 3 മാസം അവിടുത്തെ എല്ലാ രജിസ്ട്രേഷൻ എല്ലാം കിട്ടിയിട്ട് നാട്ടിൽ തിരിച്ചു വരേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വന്നിരുന്നെങ്കിലും ഞാൻ നാട്ടിൽ വന്നു, അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു സമയത്ത് എന്താണെന്നറിയില്ല, എവിടെ നിന്നോ ഒരു ബ്രദർ മുഖേന, അത്രയും നാളൊരു കോണ്ടാക്ട് ഇല്ലായിരുന്നൊരു ബ്രദറായിരുന്നു. ആ ബ്രദർ മുഖേന എനിക്ക് ഓസ്ട്രേലിയയിൽ ജോലി ലഭിച്ചു. മാതാവിനോട് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് എന്നും ഉടമ്പടി പ്രകാരം മാതാവിനോട് പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് നാളെ കഴിഞ്ഞ് പോകാനിരിക്കുകയാണ്. പിന്നെ ഉള്ളത് എൻ്റെ അനിയനായിരുന്നു. അനിയൻ ദുബായിൽ ജോലി ചെയ്യുന്നു. അവന് ബുദ്ധിമുട്ടായിരുന്നു, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, നല്ലൊരു സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം നല്ലൊരു സ്ഥലത്ത് വിഷമങ്ങളൊന്നും കൂടാതെ നല്ല രീതിയിൽ ജോലി ചെയ്തു പോകുന്നു. 4മതായി എൻ്റെ അമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ്ങും കാര്യങ്ങളുമാണ്. ഇപ്പം ഡിസ്കിന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ മാതാവിനോട് അതിൻ്റെ കാര്യവും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം അമ്മയ്ക്ക് ബ്ലീഡിങ് എല്ലാം കുറഞ്ഞ് സുഖമായിട്ട് പോകുന്നു. ഇത്രയും നന്മകളെല്ലാം എനിക്ക് ചെയ്ത് എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി.